ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദിയ എന്ന കന്നഡ മൂവിയാണ്. ഒരുപക്ഷെ ഈ മൂവി കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും ഈ നായികയ്ക്ക് കിട്ടിയപ്പോഴൊരു ജീവിതം ഒരിക്കലും ആർക്കും തന്നെ കിട്ടരുതെന്ന്. ഇവിടെ നമ്മുടെ നായികയ്ക്ക് ഒന്നല്ല 2 പ്രണയമാണ് ദൈവം നൽകുന്നത്. പക്ഷെ അവളുടെ ലൈഫ് അവസാനം എന്തായി തീരുമെന്ന് നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായികയായ ദിയയാകട്ടെ മരിക്കാൻ വേണ്ടി ഒരു റെയിൽപാളത്തിൽ നിൽക്കുന്നതാണ്. തനിക്ക് സമാധാനം വേണമെന്നും തന്റെ ജീവിതം മുഴുവൻ ദുഃഖമാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ അവിടെ നിൽക്കുന്നത്. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. അവൾ ബിടെക്കിന് പഠിക്കുന്ന സമയം ലൈബ്രറിയിൽ പഠിച്ചുകൊണ്ടിരുന്ന അവളാകട്ടെ കുറച്ചുനേരം കമിഴ്ന്നു കിടന്ന് പഠിക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ അവളെ മാടി വിളിക്കുന്ന പോലെ അവളൊന്ന് തലപൊക്കി നോക്കി. എന്നാൽ ആരും തന്നെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നേരെ നോക്കിയപ്പോൾ അവൾ കാണുന്നത് രോഹിത് എന്ന പയ്യനെയാണ്. കണ്ട മാത്രയിൽ തന്നെ പ്രണയം തോന്നുക എന്ന് പറയില്ലേ, അതുപോലൊരു ഫീലിംഗ് ആയിരുന്നു അവളുടെ ഉള്ളിൽ അപ്പോൾ വന്നത്. രോഹിത്തിനെ അല്ലാതെ മറ്റാരെയും തന്നെ അവൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു നിമിഷം കൊണ്ട് തന്നെ ദിയുടെ മനസ്സിൽ രോഹിത് കയറിക്കൂടി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവളുടെ മനസ്സിൽ രോഹിത് മാത്രമായിരുന്നു. അച്ഛനും അമ്മയില്ല അവന്. ചേച്ചിയും ഹസ്ബൻഡും ആകട്ടെ സിംഗപ്പൂരിലാണ്. അവര് മാത്രമേ ബന്ധുക്കാരായിട്ടുള്ളൂ. ഇവിടെ ഫസ്റ്റ് ഇയർ എംടെക്കിന് പഠിക്കുന്നു. ദിയേക്കാൾ 2 വർഷം സീനിയർ. ദിയ അവൻ കാണാതെ അവനെ നോക്കുകയും അവന്റെ പിന്നാലെ പോവുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അവള് ലാബിൽ എന്തോ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രോഹിത് അവിടേക്ക് വരുന്നു. അവനെ നോക്കി നിന്ന കാരണം അവളുടെ കയ്യിലിരുന്ന ടെസ്റ്റ് ട്യൂബ് ആകട്ടെ ഓവർ ഹീറ്റായി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവനിൽ മതിമറന്ന് ജീവിക്കാൻ തുടങ്ങി ദിയ. എന്നാൽ ഒരു തവണ പോലും അവനോട് നേരിട്ട് പോയി സംസാരിക്കാനോ അവന്റെ അടുത്തേക്ക് ചെല്ലാനോ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ആ കോളേജിൽ വെച്ചിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന പയ്യനായിരുന്നു രോഹിത്. ഡോട്ട്സ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചിത്രം വരയ്ക്കും. അങ്ങനെ ഒരു ദിവസം കോളേജ് നോട്ടീസ് ബോർഡിലാകട്ടെ ഡോട്ട്സ് ഉപയോഗിച്ച് അവൻ ഐശ്വര്യ റായുടെ ഒരു ചിത്രം വരച്ചിട്ടു. അതിന്റെ താഴെ അവന്റെ പേരും ഉണ്ടായിരുന്നു. ദിയ അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ബാക്കിലുള്ള പെൺകുട്ടികൾ സംസാരിക്കുന്ന അവൾ കേൾക്കുന്നത്. ഓൾറെഡി തന്നെ അവനെ കാണാൻ സൂപ്പറാണ്. ഒരുപാട് പെൺപിള്ളേര് അവന്റെ പിറകെ ഉണ്ട്. എന്തായാലും ഈ പടം കൂടെ കാണുമ്പോ ഒരുപാട് ആരാധകര് അവന്റെ പുറകെ വീണ്ടും കൂടും. ഇത് കേട്ടതും ദിയയ്ക്ക് ആകെ ദേഷ്യം വരുന്നു. അങ്ങനെ ഇപ്പൊ കൂടുതൽ പെൺപിള്ളേര് അവനെ നോക്കണ്ടെന്നായി അവൾക്ക്. അതുകൊണ്ട് ആരും കാണാതെ ആ ചിത്രം അവളെടുത്ത് അവളുടെ ബാഗിലാക്കി കൊണ്ടുപോയി. രോഹിത് വന്ന് നോക്കുമ്പോ ആ ചിത്രമാകട്ടെ മിസ്സിങ്. അവൻ പിന്നീടും പലതവണ ഓരോരോ പിക്ചേഴ്സ് വരച്ചിടുമെങ്കിലും അതെല്ലാം തന്നെ ദിയ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇത് ആരാ ചെയ്യുന്നതെന്ന് രോഹിത്തിനും മനസ്സിലായില്ല. ഇനിയും ഞാൻ അവനെ പോയി പരിചയപ്പെട്ടില്ലെങ്കിൽ ആരെങ്കിലും അവനെ പരിചയപ്പെടുകയും അവരുടെ കൂടെ അവൻ കമ്പനിയാവുകയും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ പോയി പരിചയപ്പെടണം. അവള് കണ്ണാടിയുടെ മുൻപിലും ബസ് കണ്ടക്ടറുടെ അടുത്തും അങ്ങനെ വേണ്ട എപ്പോഴും അതിനു വേണ്ടിയുള്ള റിഹേഴ്സൽ ആയിരുന്നു. എന്നാൽ ധൈര്യം സംഭരിച്ച് പലതവണ അവന്റെ അടുത്ത് സംസാരിക്കാൻ ചെന്നെങ്കിലും അവന്റെ അടുത്തെത്തുമ്പോൾ അവളുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോകും. പെട്ടെന്ന് ഓടിപ്പോവുകയും ചെയ്യും. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതല്ലാതെ നമ്മുടെ ദിയ ഇതുവരെയും രോഹിത്തിനോട് സംസാരിച്ചിട്ടില്ല. അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതിനൊരു കാരണം ആലോചിച്ചിരിക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾക്കൊരു ഐഡിയ കിട്ടുന്നു. അവൻ വരച്ച ചിത്രങ്ങളെല്ലാം തന്നെ തന്റെ കയ്യിലുണ്ടല്ലോ, അതൊരിടത്ത് കിടന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കാം. അങ്ങനെ പരിചയപ്പെടാം. ആ പ്ലാൻ അടിപൊളിയായിരിക്കും അവൾക്ക് തോന്നി. അങ്ങനെ പിറ്റേന്ന് ആ പ്ലാനോട് കൂടി അവൾ കോളേജിലെത്തി. അവന്റെ ക്ലാസ്സിന് മുൻപിൽ കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും അവനെ കാണുന്നില്ല. 2 ദിവസമായിട്ടും അവനെ കാണാത്ത കാരണം അവളാകട്ടെ അവന്റെ ഒരു ക്ലാസ്മേറ്റിനോട് പോയിട്ട് അവനെ പറ്റി അന്വേഷിക്കുന്നു. ആ പെൺകുട്ടി പറയുന്നുണ്ട് രോഹിത് ഇവിടെ നിന്നും പോയി എന്ന്. എഞ്ചിനീയറിംഗ് ബേസിസിൽ അവന് കൊറിയയില് നല്ലൊരു ജോലി കിട്ടി. അതുകൊണ്ട് കോഴ്സ് തന്നെ പാതി വഴിക്ക് വെച്ചിട്ടാണ് അവൻ പോയത്. ഇത് കേട്ടതും ദിയ ആകെ തകർന്നു പോയി. അവനെ പരിചയപ്പെടാനോ തന്റെ ഇഷ്ടം തുറന്നു പറയാനോ അവൾക്ക് സാധിച്ചില്ല. രോഹിത് എന്ന അധ്യായം അവിടെ അവസാനിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. പിന്നീട് കുറെ നാള് ദിയ ആകട്ടെ ആകെ തകർന്ന മട്ടിലായിരുന്നു. അവൾക്ക് ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് കാണിക്കുന്നത് ദിയ മുംബൈയിൽ താമസിക്കുന്നതായിട്ടാണ്. അവൾ ജോലി കഴിഞ്ഞ് തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നു. ലിഫ്റ്റിലേക്ക് കയറിയതും അതിന്റെ ഡോർ അടയുന്ന സമയത്ത് ആരോ അതിലേക്ക് കയറാൻ വരുന്നതായിട്ട് അവൾ കണ്ടു. പക്ഷെ ആളെ കണ്ടിട്ട് രോഹിത്തിനെ പോലെയുണ്ട്. അങ്ങനെ മനസ്സിൽ വിചാരിച്ചതും ഡോർ അടഞ്ഞുപോയി. എന്നാൽ അടുത്ത നിമിഷം ആ ഡോർ തുറക്കുകയും രോഹിത് ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. അവൾക്ക് വിശ്വസിക്കാനേ സാധിച്ചില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവനെ വീണ്ടും കാണുമെന്ന് അവൾ പ്രതീക്ഷിച്ചതേയില്ല. അതും തന്റെ അപ്പാർട്ട്മെന്റിൽ വെച്ചിട്ട്. 3 വർഷം മുമ്പ് അവനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവൾ മനസ്സിൽ എന്താണോ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരുന്നത് അവൾ അപ്പോഴും അത് തന്നെ റിഹേഴ്സൽ ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എംടെക്കിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെ അവൾ മനസ്സിൽ പറയാൻ തുടങ്ങി. അവസാന ലിഫ്റ്റിൽ അവർ 2 പേരും മാത്രമായി. എന്നാൽ അവൾക്ക് വീണ്ടും ധൈര്യമില്ലാതെ അവനോട് ഒന്നും മിണ്ടാതെ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് രോഹിത് അവളെ പിറകിൽ നിന്നും വിളിക്കുന്നു. നിന്റെ പേര് ദിയ സ്വരൂപം നല്ലേന്ന് ചോദിക്കുന്നു. ഇത് കേട്ടതും ദിയ ഞെട്ടി. അവൻ തന്നെ പേരെടുത്ത് വിളിച്ചിരിക്കുന്നു. ഞാൻ ബാംഗ്ലൂര് താൻ പഠിച്ച കോളേജിൽ തന്നെ പഠിച്ചതെന്നും പക്ഷേ ചില കാരണങ്ങൾ കാരണം കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരികയും ചെയ്തു. എന്നാൽ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, അന്നൊരിക്കൽ ഞാൻ പ്രൊഫസറിനെ കാണാൻ വന്ന സമയത്ത് ലാബിൽ വെച്ചിട്ട് ടെസ്റ്റ് ട്യൂബ് തന്റെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിക്കുകയും അടുത്തുള്ളൊരു കുട്ടി പേടിച്ച് അറ്റാക്ക് വരുന്ന അവസ്ഥയിലാവുകയും ചെയ്തിരുന്നു. അവളത് കേട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താന്ന് ചോദിക്കുമ്പോൾ താൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നും 701 താമസിക്കുന്നതെന്നും അവൻ പറയുന്നു. ഇന്നലെയാണ് ഇവിടേക്ക് ഷിഫ്റ്റ് ആയത്. ഇത് കേട്ടതും ദിയ പറയുന്നു അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റ് 702 താൻ താമസിക്കുന്നതെന്ന്. അങ്ങനെ 2 പേരും അവരവരുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി. ദിയ തന്റെ ഫ്ലാറ്റിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ കോളേജിൽ 8 മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തനിക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്നെ കാണാനും ചാൻസ് ഉണ്ടാകില്ല. അവനങ്ങനെ പറഞ്ഞതും അവളുടെ മനസ്സിലൂടെ പല കാര്യങ്ങളും കടന്നുപോയി. കാരണം
അവനെ അത്രയധികം ആ 8 മാസം കൊണ്ട് അവൾ പ്രണയിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവനറിയില്ല. ദിയ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവളുടെ അച്ഛനും ഫാമിലി ഫ്രണ്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പെട്ടെന്ന് അവളാകട്ടെ അവനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അവള് വീടിനകത്തേക്ക് കയറിയെങ്കിലും ഹോളിലൂടെ അവൻ ഉള്ളിലേക്ക് കയറുന്നതെല്ലാം തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് അവർ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ താൻ ജോഗിങ്ങിന് പോകുന്നുണ്ട്, താൻ വരുന്നുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. എന്നാൽ തനിക്ക് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല, രാവിലെ ലേറ്റ് ആയിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്, കാരണം രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുന്നത്, ഇവിടെ ആകെ ബഹളമായിരിക്കും, ആ സൗണ്ട് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇത് കേട്ടത് അവൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല പോലെ ഉറക്കം കിട്ടുമെന്ന്, അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാനും പറ്റും. അന്ന് രാത്രിയാകട്ടെ ദിയ രോഹിതിനെ പറ്റി ആലോചിച്ച് കണ്ണടച്ച് കിടന്നു. അവളുടെ സ്വപ്നത്തിൽ അവൻ വരികയും ചെയ്തു. അവനോട് ഐ ലവ് യു എന്ന് പറയുന്നതും അവൾ സ്വപ്നം കണ്ടു. പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും അവന്റെ കൂടെ ജോഗിങ്ങിന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് അവളെ തന്റെ വീടിന്റെ ഡോറിന്റെ ഹോളിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കും. അവൻ ഇറങ്ങുമ്പോ തന്നെ അവന്റെ കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. കുറെ നേരം നോക്കിയിട്ടും അവനെ കാണാത്ത കാരണം അവൾ ഡോർ തുറന്നു. കറക്റ്റ് സമയത്ത് അവനും ഡോർ തുറന്നു. അങ്ങനെ പതിയെ പതിയെ അവർ കൂടുതൽ അടുക്കുകയും ഒരുമിച്ച് ബൈക്കിൽ റൈഡ് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം ബീച്ചിൽ വെച്ച് അവൾ കാണുന്നു രോഹിത് ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അത് കണ്ടതും ദിയയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. അവന്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് ആലോചിച്ചിട്ട് അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വേദനയോടെയാണ് അവൾ അന്ന് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. എന്നാൽ വീടിന് പുറത്തായിട്ടൊരു പാഴ്സൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ രോഹിത് വരച്ച അവളുടെ ഫോട്ടോ ആയിരുന്നു അത്. അതും 19 മാർച്ച് 2016 വരച്ചൊരു ചിത്രം. ദിയ രോഹിത്തിനെ പ്രണയിച്ച പോലെ തന്നെ രോഹിത്തും അവൾ അറിയാതെ അവളെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ ലാബിൽ വെച്ചിട്ടാണ് അവളെ ആദ്യമായിട്ട് അവൻ കാണുന്നത്. അവൾക്ക് അവനോട് തോന്നിയ പോലെ തന്നെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അവളോട് അവനും പ്രണയം തോന്നി. അവൾ സംസാരിക്കാൻ ആഗ്രഹിച്ച പോലെ അവനും സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അവൾ ആ ഹോളിലൂടെ നോക്കി നിൽക്കുന്ന പോലെ തന്നെ അവനും നോക്കി നിൽക്കാറുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ദിയയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവനും ഇറങ്ങി വന്നു. ആ പെൺകുട്ടി ആരാണെന്ന് അവൾ ചോദിക്കുന്നു. ആ പെൺകുട്ടി അവന്റെ കൊളീഗായിരുന്നു. അവനെ പ്രപ്പോസ് ചെയ്യാൻ വന്നതാണ്. എന്നാൽ അവൻ അത് റിജക്ട് ചെയ്തു. താനൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടെന്നും അവൾക്ക് വേണ്ടിയിട്ടാണ് മുംബൈയിലേക്ക് വന്നതെന്നും ആ പെൺകുട്ടിയോട് പറഞ്ഞു. ദിയെ പറ്റിയായിരുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. കോളേജിൽ വെച്ചിട്ട് ദിയയുടെ അട്രാക്ഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ പിക്ചേഴ്സ് എല്ലാം വരച്ചിട്ട് അവൻ നോട്ടീസ് ബോർഡിൽ ഇട്ടത്. എന്നാൽ അതൊക്കെ ആരോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഇത് കേട്ടതും ദിയ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതല്ല എടുത്തത് താനാണെന്ന്. താനും അവനറിയാതെ അവനെ പ്രണയിച്ചിരുന്ന കാര്യം അവൾ തുറന്നു പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവർ ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സിനിമ കാണാൻ നേരത്ത് അവളാകട്ടെ അവനോട് ഐ ലവ് യു എന്ന് പറയുന്നു. എന്നാൽ അവനത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾ വീണ്ടും വീണ്ടും പറയുന്നു. അവൻ കേൾക്കാത്ത കാരണം അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങി. എന്നാൽ അവൻ തിരിച്ചു പറയുന്നുണ്ട്, നീ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, ഒരു തവണ ടച്ച് ചെയ്താൽ മാത്രം മതിയെന്ന്. കാരണം ഒരു ടച്ച് എന്ന് പറയുന്നത് 1000 വേർഡ്സിന് തുല്യമാണ്. നിനക്ക് എന്നോട് ഐ ലവ് യു എന്ന് പറയണമെന്ന് തോന്നുമ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് 3 തവണ പ്രസ് ചെയ്താൽ മതി. ഇനി റിപ്ലൈ ചെയ്യണമെങ്കിൽ അതിന് 2 തവണ പ്രസ് ചെയ്താൽ മതി. മീ ടു എന്നർത്ഥം. അത് കേട്ടപ്പോ അത് നല്ലതാണെന്ന് അവൾക്കും തോന്നി. പിന്നീട് അങ്ങോട്ട് അവർ പരസ്പരം ഐ ലവ് യു പറയുന്ന സീക്രട്ട് കോഡായി അത് മാറി. പക്ഷേ സന്തോഷത്തിന് അധിക നേരം ആയുസുണ്ടായിരുന്നില്ല. അവർ സിനിമ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവർക്ക് ആക്സിഡന്റ് ആകുന്നു. ഹോസ്പിറ്റലിൽ ബോധം വന്ന ദിയയോട് അവളുടെ ഫാമിലി പറയുന്നുണ്ട് രോഹിത് ജീവിച്ചിരിപ്പില്ല എന്ന്. ഇതോടുകൂടി ദിയ ആകെ തകർന്നു പോകുന്നു. അവളുടെ മുന്നിലൂടെ അവനെ കൊണ്ടുപോകുന്നതും അവൾ കാണുന്നുണ്ട്. ദിയയുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ തകർന്നു. പിന്നീട് അങ്ങോട്ട് അവൾ വലിയൊരു ഡിപ്രഷനിലേക്ക് വീഴുകയായിരുന്നു. രോഹിത്തിന്റെ നഷ്ടം താങ്ങാനാവാതെ അവൾ സ്വയം വേദനിപ്പിക്കാൻ തുടങ്ങി. തന്റെ ശരീരത്തിൽ പലതവണ മുറിവുകൾ ഉണ്ടാക്കി. എന്നിട്ടും അവൾക്ക് രോഹിത്തിന്റെ ഓർമ്മകളിൽ നിന്നും കരകയറാൻ സാധിച്ചില്ല. അവസാനം അവളുടെ വീട്ടുകാരാകട്ടെ അവൾക്കൊരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതിയിട്ട് അവളെ ബാംഗ്ലൂരിലേക്ക് വിടുന്നു, അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക്. അവിടെ എത്തിയിട്ടും അവളുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ റെയിൽവേ ട്രാക്കിലേക്ക് വരുന്നു. അതിനിടയ്ക്ക് അവളുടെ കസിൻ അവളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നാളെ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് ഉള്ളതാ, നീ അത് മറന്നിട്ടില്ലല്ലോ എന്ന്. ഇല്ലാന്ന് പറഞ്ഞിട്ട് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. എന്നിട്ട് സ്വയം മരിക്കാൻ വേണ്ടിയിട്ട് ആ ട്രെയിനിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ട്രെയിൻ വരുന്ന കണ്ടതും അവളുടെ ധൈര്യം എല്ലാം ചോർന്നു പോയി. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി. ഇനിയിപ്പോ അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാന്ന് കരുതിയിട്ട് അവൾ അവിടെ തന്നെ ഇരിപ്പായിരുന്നു. അതിനിടയ്ക്ക് അവൾക്കൊരു കോള് വരുന്നു. അറ്റൻഡ് ചെയ്യുമ്പോഴാകട്ടെ ആദി എന്ന് പറയുന്ന ഒരു പയ്യൻ. അവൻ വിളിച്ചത് അവളുടെ ബാഗ് തിരിച്ചു കൊടുക്കാനാ. അതായത് കുറച്ചു നേരം മുമ്പ് അവളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു കള്ളൻ അവളുടെ ബാഗ് എടുത്തുകൊണ്ടോടി. അതുവഴി വന്നുകൊണ്ടിരുന്ന ആദി ഇത് കാണുകയും ആ കള്ളനെ ഓടിച്ചിട്ട് പിടിച്ച് ബാഗ് പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോഴേക്കും ദിയ അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ ബാഗിലാകട്ടെ ATM കാർഡും ക്യാഷും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ ATM കാർഡ് വെച്ചിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്ന അവന്റെ ഫ്രണ്ടിന്റെ സഹായത്തോടു കൂടിയാണ് അവളുടെ ഫോൺ നമ്പർ അവൻ കണ്ടുപിടിച്ചത്. ഞാൻ എവിടെ വരണമെന്ന് പറ, നിങ്ങളുടെ ബാഗ് ഞാൻ തിരിച്ചു തരാമെന്ന് അവൻ പറയുന്നു. എന്നാൽ ആ ബാഗ് തനിക്ക് വേണ്ട എന്നാണ് ദിയ പറയുന്നത്. എന്നെ ദയവ് ചെയ്ത് വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്യരുത്. ഇത് കേട്ടതും അവൻ അന്തം വിട്ട് നിൽക്കുന്നു. ഇതിൽ ക്യാഷും ATM കാർഡും പാൻ കാർഡും ഒക്കെ ഉണ്ട്. ഈ പെണ്ണെന്താ ഈ ബാഗ് വേണ്ടാത്തത്? ആദിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. ഡോക്ടറായിരുന്ന അവന്റെ അമ്മയാകട്ടെ കാർവാറിലാണ് താമസിക്കുന്നത്. നാളെ ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നും അവൻ തന്റെ ഫ്രണ്ടിനോട് പറയുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവനാകട്ടെ ഒരു ഷോറൂമിൽ കാണുന്ന വണ്ടി ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ബൈക്ക് കണ്ടതും അവനത് സ്വന്തമാക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നുന്നു. പിറ്റേന്ന് അവന്റെ അമ്മയെത്തി കഴിയുമ്പോൾ അവൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അമ്മ പേഷ്യന്റിനെ കാണാൻ പോയ നേരത്ത് അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ആ സമയത്താണ്
അപ്പോഴാണ് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ദിയയും അവിടേക്ക് വരുന്നത്. അവൾ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള വരവായിരുന്നു. വന്നിരിക്കുന്നതോ നമ്മുടെ ആദിയുടെ അടുത്തും. അവളെ കണ്ടതും അവന് മനസ്സിലായി തന്നെ ഇന്നലെ ഫോൺ വിളിച്ചത് ഞാനാണെന്നും തന്റെ ആ ബാഗ് എന്റെ കയ്യിലുള്ളതെന്നും അവൻ പറയുന്നു. എന്തായാലും തന്നെ കണ്ട സ്ഥിതിക്ക് ഞാൻ പോയി തന്റെ ബാഗ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി അവളുടെ ബാഗ് പോയിട്ട് തിരിച്ചു വരുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോഴേക്കും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും അമ്മയെ കൊണ്ട് തിരിച്ചു പോകുന്ന വഴിക്കാകട്ടെ അമ്മയോട് പറയുന്നുണ്ട് താനൊരു ബൈക്ക് കണ്ടെന്നും ഇഷ്ടപ്പെട്ടെന്നും അത് വാങ്ങാൻ പോവുകയാണെന്നും. എന്നാൽ 2.25 ലക്ഷം രൂപയാണെന്ന് അറിഞ്ഞപ്പോ അവന്റെ അമ്മ ചോദിക്കുന്നുണ്ട് അത്രയും ക്യാഷ് കൊടുത്തത് വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന്. തന്റെ പഴയ കമ്പനിയിലെ PF-ഉം പിന്നെ ഒരു ലോണും കൂടെ എടുത്തു കഴിഞ്ഞാൽ തനിക്കത് വാങ്ങാൻ പറ്റുമെന്ന് അവൻ പറയുന്നു. എന്നാൽ ഒരു ബൈക്കിന്റെ മേളിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലോ എന്ന് അവന്റെ അമ്മ ചോദിക്കുന്നു. അവൻ സാധാരണ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാറുണ്ടായിരുന്നു. എന്നാ പിന്നെ വേണ്ടെന്നും തൽക്കാലം തന്റെ ബൈക്ക് തന്നെ സർവീസ് ചെയ്ത് ഉപയോഗിക്കാമെന്നും അവൻ വിചാരിക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് അവനാകട്ടെ സർവീസ് ചെയ്ത ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ അവന്റെ അമ്മ സർപ്രൈസ് ആയിട്ട് അവൻ ആഗ്രഹിച്ച ബൈക്ക് തന്നെ അവന് ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവൻ അവന്റെ അമ്മയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ ഇരട്ടി അവന്റെ അമ്മ അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആദ്യമാകട്ടെ തന്റെ ഫ്രണ്ടിന്റെ കൂടെ സിനിമ കാണാൻ പോകുന്നു. ഇന്റർവെൽ സമയത്താണ് അവൻ കാണുന്നത് തന്റെ തൊട്ടടുത്തിരിക്കുന്നത് ദിയാണെന്ന്. വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയല്ലോ എന്ന് അവൻ പറയുകയാണ്. ഹോസ്പിറ്റലിൽ വെച്ചിട്ടും തന്റെ ബാഗ് തിരിച്ചു തരാൻ വന്നപ്പോ താൻ ഓടിപ്പോയി. ഇത്തവണ അത് നടക്കില്ല എന്ന് അവൻ പറയുന്നു. ഈ ഫിലിം കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ എന്റെ കൂടെ വരണം. ഇവിടുന്ന് നടക്കുന്ന ദൂരമേ ഉള്ളൂ എന്റെ റൂമിലേക്ക്. തന്റെ ബാഗ് അവിടെ നിന്ന് തിരിച്ചെടുത്തോണ്ട് പോയേ പറ്റൂ. അവസാനം അവൻ പറഞ്ഞ കാര്യം അവൾ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഫിലിം കണ്ടിറങ്ങി കഴിയുമ്പോൾ അവൻ പറയുന്നുണ്ട് തന്റെ കസിൻ എത്ര പൊളിയാണെന്ന്. അവൾ എന്ത് ഫ്രണ്ട്ലി ആയിട്ടാ സംസാരിക്കുന്നത്, താ മാത്രം എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. നമ്മളെ കാണണമെന്നുള്ളത് നിമിത്തമാണ്. ഈ സിനിമയ്ക്ക് വരാൻ എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. അവസാന നിമിഷം എന്റെ ഫ്രണ്ട് നിർബന്ധിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റി. ഈ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മിറാക്കിൾസ് ആണ്. എന്നാൽ ഇത് കേട്ട് ദിയ പറയുന്നുണ്ട് ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പെയിൻ ആണെന്ന്. അവൾ ആ പറഞ്ഞതിന് തിരിച്ച് അവൻ പറയുന്നത് അങ്ങനെയല്ല എന്ന്. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരാൾ പോലും ഈ ബാംഗ്ലൂരിൽ ഇല്ലെന്നാണ് അവൾ പറയുന്നത്. തെളിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവനാകട്ടെ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശ്മശാനത്തിലേക്കാണ്. ഇവിടെ കിടക്കുന്ന ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇവരെല്ലാം ഇവിടെ സുഖമായിട്ടാ കഴിയുന്നത്. അതിലൂടെ അവൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിനെല്ലാം തരണം ചെയ്ത് വേണം ജീവിക്കാൻ. മരിച്ചു കഴിയുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകില്ല. പ്രശ്നം എന്ന് പറയുന്നത് നിനക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാ. ഒരു പ്രശ്നം വരുമ്പം നമ്മൾ എങ്ങനെ അതിനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. അല്ലാതെ ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അവന്റെ സംസാരം എല്ലാം കേട്ടപ്പം ദീക്ക് അവൻ പറയുന്നതും ശരിയാണെന്ന് തോന്നി. അവളുടെ പ്രശ്നം എന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. രോഹിത്തിനെ പറ്റിയും അവൾ ആത്മഹത്യ ചെയ്യാൻ പോയതിനെ പറ്റിയും എല്ലാം തന്നെ. എല്ലാം കേട്ട് കഴിഞ്ഞ് ആദ്യം പറയുന്നുണ്ട് നിനക്ക് ലൈഫിൽ സമാധാനമാണ് ആവശ്യമെങ്കിൽ ഇങ്ങനെ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. എന്താണോ റിയാലിറ്റി അത് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കണം. പിന്നെ കാണിക്കുന്നത് ഒരു ദിവസം രാത്രിയാകട്ടെ അവനവളെ വിളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നതാണ്. അതിനോടകം തന്നെ അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല ഫ്രണ്ട്സായി മാറിയിരുന്നു. എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചിട്ട് പോലും അവൻ പറയുന്നുണ്ടായിരുന്നില്ല. നിനക്കെന്നെ വിശ്വാസമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് അവൾ പറയുന്നു. ശരിക്കും അവൾക്കൊരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി കൊടുക്കാനായിരുന്നു അവൻ പോയിരുന്നത്. അവന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ട് റോഡിൽ വെച്ചിട്ട് അവളെ കൊണ്ട് കേക്ക് മുറിക്കുകയും ചെയ്യുന്നു. അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് അവൾക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുന്നത്. അങ്ങനെ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വിടാൻ നേരത്താണ് അവൻ അറിയുന്നത് അവളുടെ അങ്കിളും ആന്റിയും ആരും തന്നെ വീട്ടിലില്ല എന്ന്. എന്നാ പിന്നെ എന്നെ ഒരു കോഫി കുടിക്കാനെങ്കിൽ നിനക്ക് ക്ഷണിച്ചൂടെ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് അവർ രണ്ടുപേരും കൂടെ കോഫി ഇട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവൻ ചോദിക്കുന്നുണ്ട് ഇതിന്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്ന്, എപ്പോഴാ വിവാഹമൊക്കെ കഴിക്കാൻ പോകുന്നതെന്ന്. ഞാനൊരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് അവൾ പറയുന്നു. ഇത് കേട്ടത് അവൾ പറയുന്നുണ്ട് അത് ശരിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം എന്നെ പോലെ ഇത്രയും നല്ലൊരു പയ്യൻ അടുത്ത് നിന്നിട്ട് ഒരിക്കലും വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ പാടില്ല. എന്നാൽ ദിയ തുടക്കം തന്നെ പറയുന്നുണ്ട് ആദി ഇത് വേണ്ട എന്ന്. കാരണം എനിക്ക് പ്രണയം ഒരുപാട് വേദനയെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രണയത്തിനോ ഒരു റിലേഷൻഷിപ്പിനോ എനിക്ക് താല്പര്യമില്ല. നീ എന്റെ നല്ല ഫ്രണ്ടാ എന്നും അത് അങ്ങനെ തന്നെ ഇരിക്കുന്നതാ നല്ലത്. അവൾ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അറിഞ്ഞപ്പോ അവൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ്, നിനക്ക് 99 വയസ്സായാലും ശരി ഞാൻ നിന്റെ ഫ്രണ്ട് തന്നെയായിരിക്കും. ആ ഉറപ്പ് പോരെ. അങ്ങനെ പിന്നീട് അവർ രണ്ടുപേരും കട്ട ഫ്രണ്ട്സ് ആയി മാറുന്നു. ഒരു ദിവസം അവനെയും കൊണ്ടൊരു കൂളിംഗ് ഗ്ലാസ് വാങ്ങാൻ പോകുന്ന സമയത്താകട്ടെ അവനൊരു ഗ്ലാസ് ഇഷ്ടപ്പെടുകയും എന്നാൽ അതിന്റെ വില കണ്ടിട്ട് അവൻ അത് തിരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദിയുടെ റൂമിലേക്ക് അവൾ പോവുകയും അവർ രണ്ടുപേരും കൂടെ ആഹാരം പാകം ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നു. അന്ന് രാത്രി തിരിച്ച് ദിയെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ നേരത്ത് ആദിയുടെ ബൈക്കിന്റെ പെട്രോൾ തീർന്നായിരുന്നു. അവർ രണ്ടുപേരും നടന്നു പോകുന്നതിനിടയ്ക്ക് ദിയ പറയുന്നുണ്ട് വൈകിട്ട് എന്റെ കസിന്റെ കോള് വന്നില്ലേ, ശരിക്കും അവള് വിളിച്ചതിനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞില്ല. ഞാൻ നാളെ തിരിച്ച് മുംബൈയിലേക്ക് പോവുകയാ. അങ്കിളും ആന്റിയൊക്കെ തൽക്കാലം ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോവുകയാ. അതുകൊണ്ട് തൽക്കാലം എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അച്ഛൻ തിരിച്ച് മുംബൈയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇത് കേട്ടതും ആദ്യം ആകെ സങ്കടത്തിലായി. പെട്ടെന്ന് എന്താ പോവാന്ന് പറയുന്നത്, ഒരു ദിവസം കൂടിയെങ്കിലും നിനക്ക് നിന്നൂടെ എന്ന് ചോദിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ രാവിലെ തന്നെ പോയേ പറ്റുമെന്നാണ് അവള് പറയുന്നത്. ഒരുപാട് വിഷമത്തോടെയാണെങ്കിലും ആദ്യം പറയുന്നുണ്ട് നീ നിന്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കണം, എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എന്തായാലും നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്റെ നമ്പർ നിന്റെ കയ്യിലില്ലേ, അപ്പൊ തന്നെ എന്നെ വിളിക്കുകയും വേണം. താൻ വിളിക്കാമെന്ന് അവൾ ഉറപ്പ് കൊടുക്കുന്നു. പിരിയുന്നതിന് മുമ്പ് നേരത്തെ അവൻ ഇഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വെച്ച ആ കൂളിംഗ് ഗ്ലാസ് ഇല്ലേ അത് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അവന്റെ അമ്മ ചെയ്യുന്ന പോലെ തന്നെയാണ് അവളും ചെയ്തത്. അവനത് കണ്ടപ്പോ ഒരുപാട്
സന്തോഷം തോന്നി. റൂമിൽ എത്തിക്കഴിഞ്ഞിട്ടും അവൻ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ അമ്മയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. നിനക്കെന്താ തോന്നിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം കൂടി അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു അവൻ പറയുന്നത്. അവൾക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഇത് കേട്ടതും അവന്റെ അമ്മ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. അവൾക്ക് മുംബൈയിലേക്കല്ലേ പോകേണ്ടത്, നീ ഒരു കാര്യം ചെയ്യ്, അവളെയും കൂട്ടി നാളെ ബൈക്കിൽ ഒരു റൈഡ് പോ. നേരെ മാംഗ്ലൂർ പോയിട്ട് അവിടെ നിന്നും മുംബൈയിലേക്കുള്ള ട്രെയിൻ കയറിയാൽ മതി. വരുന്ന വഴിക്ക് ആ ട്രെയിനിൽ തന്നെ നിനക്ക് ഇവിടെ ഇറങ്ങുകയും ചെയ്യാം. അത് നല്ല ഐഡിയ ആണെന്ന് അവന് തോന്നുന്നു. അവളുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. പോകുന്ന വഴിക്ക് തന്നെ ബൈ പറഞ്ഞിട്ട് അവൻ അവന്റെ അമ്മയുടെ അടുത്ത് ഇറങ്ങുകയും ചെയ്യാം. ഇത് ദിയോട് പറഞ്ഞപ്പോ അവൾക്ക് ഓക്കെ ആയിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ മാംഗ്ലൂരിലേക്ക് യാത്ര ആരംഭിച്ചു. ആ ഒരു യാത്ര ദിയ ഒരുപാട് ആസ്വദിച്ചിരുന്നു. അങ്ങനെ അവർ മാംഗ്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി. രാവിലെ ആകുമ്പോഴേക്കും അവന്റെ നാടായ കാർവാറിൽ ഈ ട്രെയിൻ എത്തും. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുമെന്ന് അവൻ പറയുന്നു. നീ വാതിൽക്കലേക്ക് വന്ന് നിൽക്കാൻ പാടില്ല, അതെനിക്ക് ഒരുപാട് വേദന നൽകും. നീ നിന്റെ സീറ്റിൽ തന്നെ ഇരുന്നാ മതി, ഞാൻ തിരിഞ്ഞു നോക്കാതെ പോയിക്കൊള്ളാം. അങ്ങനെ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടി കിടക്കുകയായിരുന്നു. അവൾ അവനോട് പറയുന്നുണ്ട്, ഇനി നമ്മൾ എപ്പോഴാ കാണുന്നതെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ നിന്റെ കല്യാണത്തിനായിരിക്കാം. നിനക്ക് ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം എനിക്ക് പരിചയപ്പെടുത്തി തരണം. ഞാനൊരു 15 മിനിറ്റിനുള്ളിൽ പറയാം അവളെ നിനക്ക് ചേരുന്ന പെൺകുട്ടിയാണോ അല്ലയോ എന്ന്. കാരണം പ്രണയത്തിൽ നിന്നേക്കാളും അറിവ് എനിക്കുണ്ട്, അതിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് ഞാൻ. ദിയ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവൻ സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. അവൻ എഴുന്നേറ്റ് നോക്കുമ്പോ അവള് നല്ല ഉറക്കമായിരുന്നു. ഒന്നും മിണ്ടാതെ അവൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ആ ട്രെയിൻ പോകുന്നത് അവൻ നോക്കി നിൽക്കുന്നത്. എന്നാൽ ട്രെയിൻ പോയി കഴിയുമ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ദിയ ആകട്ടെ ഓപ്പോസിറ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിൽക്കുന്നു. എന്താ പോകാഞ്ഞെന്ന് ചോദിക്കുമ്പോഴാകട്ടെ അവള് പറയുന്നുണ്ട്, നിന്റെ നാട്ടിൽ വന്നിട്ട് നീ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് പോലും ഇല്ലല്ലോ എന്ന്. ഇത് കേട്ടതും അവൻ ഓടി അവളുടെ അടുത്തേക്ക് വരുന്നു. എന്റെ നാട്ടിൽ ട്രെയിൻ വന്നിട്ടും നിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാതിരുന്നത് മണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടി അവൻ വീട്ടിലേക്ക് പോകുന്നു. തൽക്കാലം അവളോട് വീട്ടിൽ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ നേരെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. ദിയെ പറ്റിയെല്ലാം സംസാരിച്ചു നിൽക്കുന്നിടയ്ക്ക് അവൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവനെ ഫോൺ ചെയ്യുന്നുണ്ട്. അവൻ അപ്പൊ തന്നെ വീട്ടിലെത്തി അവൾക്ക് വേണ്ട ടാബ്ലറ്റ് എല്ലാം തന്നെ കൊടുക്കുന്നു. രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ പറഞ്ഞിട്ടാണ് അവൻ ഉറങ്ങാൻ കിടക്കുന്നത്. എന്നാൽ അവന്റെ സ്വപ്നത്തില് അവൻ കാണുന്നുണ്ട് അവൻ ദിയയോട് തന്റെ പ്രണയം തുറന്നു പറയുന്നതും ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നതും. താൻ എത്രത്തോളം ദിയെ പ്രണയിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ അമ്മയോട് പറയുന്നു. ഞാൻ എങ്ങനെയത് അവളോട് തുറന്നു പറയും, അവളാകട്ടെ രോഹിത്തിന്റെ കാര്യത്തിൽ ഒരുപാട് സങ്കടത്തിലാണ്. എന്നാൽ നീ എന്തിനെ എത്രയധികം പേടിക്കുന്നത്, നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ തുറന്ന് പറയുക തന്നെ വേണമെന്നാണ് അവന്റെ അമ്മ പറയുന്നത്. അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് അവളോട് പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാകട്ടെ അവൾ അവന്റെ അടുത്തേക്ക് വരുന്നു. തന്നെ അച്ഛൻ വിളിച്ചു എന്നും മുംബൈയിലേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണമെന്നും പറഞ്ഞു. ഏതോ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പോകുന്നുണ്ട്, അതിന് തന്റെ സൈൻ വേണമെന്ന്. ഇന്ന് പോകാനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ട്രെയിൻ ഉണ്ടെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അതിന് തന്നെ പോകാമെന്ന് അവള് പറയുന്നു. അവള് പോകാൻ നിൽക്കുന്ന കാരണം പിന്നീട് അവന് മനസ്സിലുള്ള കാര്യങ്ങളും തുറന്നു പറയാൻ തോന്നിയില്ല. അപ്പോഴാണ് ഒരു സീൻ നമ്മളെ കാണിക്കുന്നത്. തലേന്ന് രാത്രി ദിയ ഒരു സ്വപ്നം കണ്ടിരുന്നു. അതിൽ അവളാകട്ടെ ആദിയോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവിതം ഇനി നിന്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. അവളും ആദ്യം പ്രണയിക്കാൻ തുടങ്ങിയെന്നുള്ള സത്യം അവൾ മനസ്സിലാക്കിയിരുന്നു. ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് അവൾ വീണ്ടും ഒളിച്ചോടാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവന്റെ ഒരു ഫ്രണ്ടായ ഓട്ടോക്കാരന്റെ ഓട്ടോയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ട്രെയിനിൽ കയറി അവളെ യാത്ര അയക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവന്റെ ഉള്ളിൽ ഒരുപാട് വേദന ഉണ്ടായിരുന്നു. അതവന്റെ കണ്ണില് കാണാം. അതുപോലെ തന്നെ ദിയയുടെ മനസ്സിലും. നമ്മളിനി കണ്ടുമുട്ടോ ഇല്ലയോ എന്നറിയില്ല, ചിലപ്പോൾ നിന്റെ കല്യാണത്തിന് നമ്മൾ കാണുമായിരിക്കും. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന്. നീ പറയുന്നത് ശരിക്കും എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നീ ലവില് ഒരു ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല എന്ന് അവൻ തിരിച്ചും പറയുന്നു. ദിയയുടെ ട്രെയിൻ മൂവ് ചെയ്തു തുടങ്ങി. ആദ്യമാകട്ടെ തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴാണ് അവർ രണ്ടുപേരും തങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത്. നേരത്തെ ദിയ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞായിരുന്നു, നീ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഈ പറയുന്നതെന്ന്. എന്നെപ്പോൾ ഒരു ചെക്കനെ മുന്നിൽ നിർത്തിയിട്ട് നിനക്ക് എങ്ങനെ വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ തോന്നുന്നത്? അതേ ചോദ്യം തന്നെയാണ് ദിയ ഇപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. അവളെപ്പോൾ ഒരു പെണ്ണവിടെ നിൽക്കുമ്പോൾ അവൻ എങ്ങനെ വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്? അതിനർത്ഥം അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് തന്നെയാണ്. അതുപോലെ ദിയ അവനോട് ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലവിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരാളുടെ മനസ്സിൽ പ്രണയം ഉണ്ടെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. പക്ഷെ ഇപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്നത് നീ അതിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടില്ല എന്നാണ്. അതിനർത്ഥം അവൻ തന്നെ പ്രണയിക്കുന്നത് താൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന്. രണ്ടുപേരുടെ ഉള്ളിലെ സ്നേഹം അവർ പരസ്പരം തിരിച്ചറിഞ്ഞതും രണ്ടുപേരും മുഖാമുഖം നോക്കുന്നു. ആദ്യമാകട്ടെ ഓടി ട്രെയിനിലേക്ക് കയറി. അവൾ ഓടി വന്ന് ആദ്യം കെട്ടിപ്പിടിക്കുന്നു. അതോടുകൂടി ദിയയുടെ ആദ്യയുടെയും പ്രണയം അവിടെ സ്റ്റാർട്ട് ആവുകയാണ്. തൽക്കാലം ദിയെ മുംബൈയിലേക്ക് അയച്ച ശേഷം ഒരുപാട് സന്തോഷത്തോടു കൂടി ആദ്യ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവന്റെ സന്തോഷത്തോടുള്ള ആ വരവ് കണ്ടപ്പോഴാണ് അവന്റെ അമ്മയ്ക്ക് സമാധാനമായത്. ദിയ മുംബൈയിലേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ ആദിയുടെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ദിയ മുംബൈയിലെത്തി തന്റെ ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങിയതും അവളെ ബാക്കിൽ നിന്ന് ആരോ വിളിക്കുന്നു. തിരിഞ്ഞു നോക്കിയ ദിയ ശരിക്കും ഞെട്ടിപ്പോയി. അവളുടെ മുന്നിൽ അതാ രോഹിത് നിൽക്കുന്നു. അന്ന് ആക്സിഡന്റിൽ മരിച്ചു എന്ന് പറഞ്ഞ രോഹിത്. തന്റെ കണ്ണുകളെ പോലും അവൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് ആ സത്യം അവളുടെ ഫാമിലി അവളോട് തുറന്നു പറയുന്നത്. ആ ആക്സിഡന്റില് രോഹിത്തിന് നല്ല രീതിയിൽ പരിക്ക് പറ്റുകയും അവൻ കോമയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസുകൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യം അവർ ദിയയെ അറിയിച്ചില്ല. അവനെ ആ അവസ്ഥയിൽ അവൾ കാണുകയാണെങ്കിൽ അവനെ ശുശ്രൂഷിച്ചുകൊണ്ട് അവളുടെ ജീവിതം അവൾ പാഴാക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരിച്ചു എന്നുള്ളൊരു കള്ളം അവളോട് അവർ പറഞ്ഞത്. എന്നാൽ എന്തോ മിറാക്കിൾ നടന്നിട്ട് രോഹിത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ദിയയുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ്. രോഹിത് മരിച്ചു എന്ന്
കരുതിയിട്ടാണ് അവൾ ആദ്യമായിട്ടൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്നത്. ഇപ്പോൾ രോഹിത് തിരിച്ചു വന്നിരിക്കുന്നു. രണ്ടുപേരും അവളെ പ്രണയിക്കുന്നുണ്ട്. അവൾ ആരെ ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. അവളുടെ ഉള്ളിൽ രോഹിത്തിനോട് ഇപ്പോൾ പഴയ പോലൊരു ഫീലിംഗ്സും തന്നെയില്ല. ആദ്യമാണ് അവൾ ഇപ്പോൾ സ്നേഹിക്കുന്നത്. എന്നാൽ രോഹിത് ആകട്ടെ അവളോട് പറയുന്നുണ്ട്, നീ ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോയെന്ന് മാത്രം എന്നോട് പറയരുത്. അതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നും. അത് കാരണം അവനോടൊന്നും തുറന്നു പറയാനും അവൾക്ക് സാധിച്ചില്ല. വീട്ടുകാരാകട്ടെ അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ്. അവൾ രാത്രി തന്നെ ആദിയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഇത് കേട്ട് ആദിയും ഒരുപാട് സങ്കടത്തിലായി. അവന് ദിയെ നഷ്ടപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി. അവൻ പറയുന്നുണ്ട്, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരിക. നീ എന്റെ കൂടെ ഇറങ്ങി വന്നെങ്കിലേ പറ്റൂ. ഇതെല്ലാം കേട്ടപ്പോ ദിയ ആകെ പേടിച്ചു. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അമ്മ എന്നെ അങ്ങനെയല്ല വളർത്തിയത്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെൽഫിഷ് ആയി പോകും ഞാൻ. നീ എന്നെ മറക്കണം. രോഹിത്തിനെ നീ വിവാഹം കഴിക്കണം. അവന്റെ കൂടെ നല്ലൊരു ജീവിതം ജീവിക്കുകയും വേണം. പറ്റുമെങ്കിൽ നിന്റെ ഈ നമ്പർ ഒന്ന് മാറ്റണം. ഇല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിച്ചു പോവും. മനസ്സിൽ ഒരുപാട് വേദനയോട് കൂടിയാണ് അവൻ ആ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞത്. അതിനുശേഷം അവൻ ദിയെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നീ എന്തായാലും അങ്ങനെ അവളോട് പറഞ്ഞത് നന്നായി. സെൽഫിഷ് ആയിട്ട് നീ ഒരിക്കലും ചിന്തിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എന്റെ ഉള്ളിൽ 1000 കത്തി തറയ്ക്കുന്ന അത്രയും വേദനയുണ്ടെന്ന്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. അതിനിടയ്ക്ക് ദിയയുടെ കസിനാകട്ടെ അവനെ വിളിക്കുന്നുണ്ട്. നാളെ ഞങ്ങൾ മുംബൈയിലേക്ക് പോവുകയാ, നീ വരുന്നില്ലേന്ന് ചോദിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ മറ്റന്നാ ദിയയുടെ മാരേജാ, നിന്നെ വിളിച്ചില്ലേന്നാണ് ചോദിക്കുന്നത്. ദിയയോട് ചോദിച്ചപ്പോ അവൾ നിന്നോട് പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഇത് കേട്ടതും അവൻ ആകെ ഷോക്കിലായി. അവൻ തന്നെയാണ് അവളോട് കോണ്ടാക്ട് ചെയ്യേണ്ട എന്നെല്ലാം പറഞ്ഞത്. ഇപ്പൊ അവളുടെ കല്യാണമായിരിക്കുന്നു. പോകണോ വേണ്ടയോ എന്ന് അവൻ ആലോചിക്കുകയാണ്. വീട്ടിലെത്തി കഴിയുമ്പോ അവന്റെ അമ്മയാകട്ടെ അവനോട് പറയുന്നുണ്ട്, നാളെ നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന്. എന്നാൽ അവൻ പറയുന്നു, ഇല്ല, ഞാൻ നാളെ മുംബൈയിലേക്ക് പോവുകയാണെന്ന്. എന്നാൽ അവന്റെ അമ്മ പറയുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല എന്ന്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൾ സിംഗപ്പൂരിലേക്ക് പോവുകയാണെന്നും അത് കഴിഞ്ഞ് എനിക്ക് അവളെ കാണാൻ പറ്റില്ല എന്നും അവസാനമായിട്ട് ഒരു തവണ കൂടി കാണണമെന്നുമാണ് അവൻ പറയുന്നത്. നിന്റെ മനസ്സിൽ നിന്ന് അവളെ എടുത്ത് കളയുന്നത് തന്നെയാണ് നല്ലത്. ഇങ്ങനെയായി കഴിഞ്ഞാൽ ശരിയാകില്ല എന്നും വിവാഹത്തിന് പോണ്ടെന്നും അവന്റെ അമ്മ വീണ്ടും വീണ്ടും പറയുന്നു. അമ്മ പറയുന്ന ഒരു കാര്യങ്ങളും അവൻ ഇതുവരെ ചെയ്യാതിരുന്നിട്ടില്ല. എന്നാൽ അന്ന് രാത്രി അമ്മയറിയാതെ അവൻ മുംബൈക്ക് ട്രെയിൻ കയറി. ട്രെയിനിലിരുന്നു കൊണ്ടാണ് അവൻ അമ്മയെ വിളിക്കുന്നത്. താൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ പോയതിൽ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ആദ്യം നേരെ പോകുന്നത് ദിയയുടെ രോഹിത്തിന്റെയും കല്യാണത്തിന് മുൻപുള്ള റിസപ്ഷൻ പാർട്ടിയിലേക്കാണ്. അവൾ അങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളെ ഒന്ന് പോയി കാണാതെ അവൻ അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങിയതും ദിയയുടെ കസിനാകട്ടെ അവനെ നിർബന്ധിച്ച് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവനെ കണ്ടതും ദിയയ്ക്കും തന്റെ സങ്കടം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ് ഒക്കെ പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അതിനിടയ്ക്ക് രോഹിത് ആകട്ടെ ദിയയുടെ കയ്യിൽ പിടിച്ചിട്ട് നേരത്തെ അവൻ ഐ ലവ് യു പറയുന്ന പോലെ 3 തവണ പ്രസ് ചെയ്തു. നീ ഇതൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? എങ്ങനെ റിപ്ലൈ തരേണ്ടതെന്ന് നിനക്ക് അറിയില്ലേ? അവള് തിരിച്ച് 2 തവണ പ്രസ് ചെയ്യുമെന്ന് അവൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ അവൾ അങ്ങനെ അനങ്ങാതെ തന്നെ നിൽക്കുകയാണ്. അവളുടെ മുഖത്ത് ആകെ സങ്കടവും വിഷമവും മാത്രം. രോഹിത്തിന് മനസ്സിലായി അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അങ്ങനെ അവൻ അവളെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോഴാണ് എല്ലാ സത്യങ്ങളും ദിയ തുറന്നു പറയുന്നത്. രോഹിത്തിനും അത് വലിയൊരു സങ്കടമായിരുന്നു. കാരണം അവൻ സ്നേഹിച്ചിരുന്ന ദിയ ഇപ്പോൾ ഇല്ല. അവൾ സ്നേഹിക്കുന്നത് ആദിയാണ്. അവിടെ രോഹിത്തും സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്നില്ല. മരിക്കാൻ പോയ നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും നിനക്ക് ഒരുപാട് ധൈര്യം നൽകിയതല്ല അവനാണെങ്കിൽ നീ അവന്റെ കൂടെ തന്നെ ജീവിക്കുന്നതാ നല്ലത്. അവളെ നഷ്ടപ്പെടുന്നതിൽ അവൻ ഒരുപാട് ദുഃഖമുണ്ടെങ്കിൽ പോലും നീ അവന്റെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ രോഹിത് അവൾക്ക് അനുവാദം കൊടുക്കുന്നു. അങ്ങനെ പിറ്റേന്ന് തന്റെ കല്യാണം എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ദിയ ആദിയുടെ അടുത്തേക്ക് വരുന്നു. വീട്ടിലെത്തുമ്പോഴാകട്ടെ ഓട്ടോക്കാരനായ ആ ഫ്രണ്ട് ആകട്ടെ അവന്റെ വീട് പൂട്ടിയിട്ട് പോകുന്നതാണ് കാണുന്നത്. ആദി എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ ആ കാര്യങ്ങളെല്ലാം പറയുന്നത്. ദിയയുടെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഒരുപാട് വിഷമത്തോടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ആദിയെ കാത്തിരുന്നത് അവന്റെ അമ്മയുടെ മരണവാർത്തയായിരുന്നു. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം മൂലം അവന്റെ അമ്മ മരിച്ചുപോയി. വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കാൻ കുറച്ചെങ്കിലും ചാൻസ് ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അടുത്തുള്ളവരെല്ലാരും തന്നെ അവനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അവനെ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ദിയയും നഷ്ടപ്പെട്ടു, അമ്മയും നഷ്ടപ്പെട്ടു. ആദിക്ക് ഈ ദുഃഖം താങ്ങാവുന്നല്ലോ അപ്പുറമായിരുന്നു. അവൻ അമ്മയുടെ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. താൻ അമ്മയുടെ വാക്ക് കേട്ട് പോകാതെ ഇവിടെ നിന്നിരുന്നെങ്കിൽ തന്റെ അമ്മയെങ്കിലും തനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ആദിയുടെ മനസ്സിൽ തോന്നി. ഇതെല്ലാം കേട്ട് ദിയ ആകെ ടെൻഷനിലായി. ആദി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനാകട്ടെ അമ്മയുടെ ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാണ് അയാൾ പറയുന്നത്. അവിടെ എത്തുമ്പോഴാകട്ടെ അവൻ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അന്വേഷിച്ച് അവർ പലയിടത്ത് നടന്നു. ഒടുവിൽ ഒരാൾ പറഞ്ഞു അവൻ റെയിൽവേ ട്രാക്കിന്റെ അടുത്തേക്ക് പോകുന്ന കണ്ടുവെന്ന്. ദിയയുടെ ഉള്ളിൽ ആകെ ടെൻഷൻ ആകാൻ തുടങ്ങി. താൻ ചിന്തിച്ച പോലെ അവനും ആത്മഹത്യ ചെയ്യാനാണോ പോകുന്നതെന്ന് അവളുടെ ഉള്ളിൽ വല്ലാതെ പേടി തോന്നി. അവളുടെ പേടിയും സത്യമായിരുന്നു. ദിയയെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു. താൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആദ്യം ആത്മഹത്യ ചെയ്യാൻ പോയി നിൽക്കുകയാണ്. എന്നാൽ ദിയ കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് വരുന്നുണ്ട്. അവനൊന്നും പറ്റാതെ അവിടെ സേഫ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആദി എന്ന് വിളിച്ചതും അവൻ അവളെ കണ്ട് ഒരുപാട് സർപ്രൈസ് ആയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ട്രെയിൻ അവനെ ഇടിച്ചിട്ട് കടന്നുപോയി. തന്റെ കൺമുന്നില് എന്താ നടന്നതെന്ന് പോലും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ദിയ. ഈ മൂവിയിലുടനീളം ആദി ലൈഫിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വേർഡ് കറക്റ്റായി മാറി. ലൈഫ് ഈസ് ഫുൾ ഓഫ് മിറാക്കിൾസ് ആൻഡ് സർപ്രൈസസ്. അതുപോലെ തന്നെയാണ് ദിയയുടെ കാര്യത്തിലും. അവള് പറഞ്ഞത് ലൈഫ് ഈസ് ഫുൾ ഓഫ് പെയിൻ എന്നാണ്. ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ ആ പെയിൻ വീണ്ടും വന്നിരിക്കുന്നു. അവളെല്ലാം ഇട്ടെറിഞ്ഞ്
ആർക്കു വേണ്ടിയാണ് തിരിച്ചു വന്നത് അവനെ അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയാണ് ഈ മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.